ബോൺ കേസാണ്. ഹി ഡസൻ ഡിസേർവ് ലൈക്ക് എനി റെസ്പെക്റ്റ് ഓർ എനിത്തിങ്. യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണനയും അർഹിക്കാത്ത ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് റെസ്പെക്ട്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടി എക്സ് വൈ ഓർ സെറ്റ് ഏത് പാർട്ടി ആയിക്കോട്ടെ, പാർട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് തോന്നുന്ന ആൾക്കാരെ ഓരോരുത്ത് വെക്കുക, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് ഒരു റെസ്പെക്റ്റ് കാണിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ, ലോകായുക്ത, അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ, അല്ലെങ്കിൽ ചില ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിതിൻ ദ ഗവൺമെൻറ് ഓൾസോ. ഗവൺമെൻറ്റിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി അധികാരം ഉപയോഗിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഉദ്യോഗസ്ഥർ തന്നെ ചില സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി പവറാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പവർ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മന്ത്രിയെന്നോ തന്ത്രിയെന്നോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനെന്നോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സ്റ്റാറ്റ്യൂട്ടറി പവർ ഉപയോഗിച്ചിട്ടാണ് ഒരു അപ്പീലോ എന്തെങ്കിലും കേൾക്കുന്നതെങ്കിൽ ഞാൻ വിളിച്ചിട്ട് ഇത് ചെയ്യടാ എന്ന് പറയുന്നത് തെറ്റാണ്. സ്റ്റാറ്റ്യൂട്ടറി ഞാൻ അപ്പീൽ വരുമ്പോഴേ നോക്കാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ സംഭവിച്ചതെന്നാന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായ ആൾക്കാരെ പോലും അല്ല ഇവിടെ നിയമിച്ചിരുന്നത്. ഒരു വ്യക്തിയുടെ കുടുംബം, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലായിടത്തും പല രീതിയിലുള്ള സ്വാധീനങ്ങൾ, അവരുടെ അഴിമതി മറച്ചു വെക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ, ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഞങ്ങളുടെ ജോലിയാണെന്നുള്ള രീതിയിൽ. ഇതാദ്യമായിട്ടാണ് വന്നത്.